കടവന്ത്ര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ കേരളത്തിലെ ആദ്യ സന്യാസിനി സഭയുടെ സ്ഥാപകയും ആദ്യ സന്യാസിനിയായി വാഴ്ത്തപ്പെട്ട മദർ എലീഷയുടെ തിരുസ്വരൂപ സ്ഥാപനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ഭക്തിസാന്ദ്രമായി കൊണ്ടാടി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ ആന്റണി വാലങ്കൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മദർ എലീഷയുടെ ആഘോഷ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം കൊച്ചി നഗരസഭാ മേയർ മിനിമോൾ വി.കെ. ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യ സന്യാസിനി സഭയുടെ സ്ഥാപകയും ആദ്യ സന്യാസിനിയുമായി വാഴ്ത്തപ്പെട്ട മദർ എലീഷയുടെ തിരുസ്വരൂപ സ്ഥാപനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ഭക്തിസാന്ദ്രമായി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ ആന്റണി വാലുങ്കൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് വാഴ്ത്തപ്പെട്ട മദർ എലീഷോയുടെ സ്മരണ ഈ ദേവാലയത്തിൽ കൊണ്ടാടുകയാണ്. നാം വചനപ്രഘോഷണത്തിൽ ശ്രവിച്ചതാണ്. ഒരു സഹോദരി എന്ന രീതിയിൽ, മകൾ എന്ന രീതിയിൽ, ഭാര്യ എന്ന രീതിയിൽ, സന്യസ്ത എന്ന രീതിയിൽ ഒരു ദീപഗോപുരമായി പ്രവർത്തിക്കാനായിട്ട് മദറിന് സാധിച്ചു എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ പ്രകാശം വരുത്തുന്ന വ്യക്തികളായി തീരുവാനാണ് പ്രിയപ്പെട്ട മദർ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുക. ഓച്ചന്തുരുത്ത് വൈപ്പിശ്ശേരി തറവാട്ടിലെ ക്യാപ്റ്റൻ തൊമ്മൻ താണ്ട ദമ്പതികളുടെ 8 മക്കളിൽ ആദ്യ മകളായി 1831 ഒക്ടോബർ 15 മദർ എലീഷ്വ ജനിച്ചു. ചെറുപ്പം മുതലേയുള്ള ഭക്തിയും പാവങ്ങളോടുള്ള കരുണയും അവളുടെ ജീവിതത്തെ രൂപപ്പെടുത്തി. 16-ാം വയസ്സിൽ കൂനമ്മാവിലെ വാഗയിൽ തറവാട്ടിലെ വറീദ് എന്ന യുവാവുമായി എലീഷ്വയുടെ വിവാഹം നടന്നു. ഇവർക്കൊരു പെൺകുഞ്ഞു ജനിച്ചു. അന്ന എന്നാണ് കുഞ്ഞിന് പേര് നൽകിയത്. എന്നാൽ 1.5 വർഷത്തിനുള്ളിൽ വറീദ് രോഗബാധിതനായി അന്തരിക്കുകയും ചെയ്തു. 2ാം വിവാഹം നിരസിച്ച എലീഷ്വ ഏകാന്തതയിലും ദീർഘനേരത്തെ പ്രാർത്ഥനകളിലും വീടിനടുത്തുള്ള പാവങ്ങളെ സഹായിക്കുന്നതിലും ആശ്വാസം കണ്ടെത്തി. തന്റെ ജീവിതം മുഴുവനും ദൈവത്തിനും ആത്മീയതയ്ക്കുമായി ഉഴിഞ്ഞു വെക്കണമെന്ന ആഗ്രഹമാണ് പിന്നീട് അവളെ സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചത്. മദർ എലീഷ്വയുടെ ആഘോഷ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം കൊച്ചി നഗരസഭാ മേയർ മിനിമോൾ വി.കെ. ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യ സന്യാസി സഭയുടെ സ്ഥാപകയും ആദ്യ സന്യാസിനിയുമായ വാഴ്ത്തപ്പെട്ട മദർ എലീഷ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും നിശബ്ദ സേവനത്തിന്റെയും ജീവിച്ചിരുന്ന സാക്ഷ്യമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ മദറിൻ്റെ ജീവിതം കഷ്ടതകളെ പ്രാർത്ഥനയിലൂടെ അതിജീവിച്ച ആത്മബലത്തിൻ്റെ മഹത്തായ മാതൃകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ഔദ്യോഗികമായി പിതാവിൻ്റെയും മറ്റ് വൈദികരുടെയും സന്യാസി സമൂഹത്തിൻ്റെയും ഇടവ ജനങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജോൺസൺ ടിക്കൂഞ്ഞ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ കൊച്ചി മേയർ മിനിമോൾ വി.കെയ്ക്കും സമീപ ഡിവിഷനുകളിലെ കൗൺസിലർമാർക്കും ആദരവ് നൽകി. സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോസഫ് കണിയാമ്പറമ്പിൽ സമ്മേളനത്തിന് ആശംസകൾ നേർന്നു. എലീശോയുടെ തിരുശേഷിപ്പുമൊക്കെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് ആദരിക്കുവാനും നമ്മുടെ വിശുദ്ധിയിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമായിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് അത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട എലീശ എത്രയും വേഗം വിശുദ്ധയാണ് സഭ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ന്യൂസ് ബ്യൂറോ കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.